ये कौन है? ഹലോ ഇല്ല എത്താറായിട്ടുണ്ട്. കൊടുക്കാനുള്ളതെല്ലാം കാർട്ടൺ ബോക്സിലാക്കി. അവൻ്റെ ക്ലോത്ത്സും ഷൂസും ബുക്സും പിന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബ്ലൂടൂത്ത് സ്പീക്കറും വന്നു. പിന്നെ വിളിക്കാം. താങ്ക്സ് ഡി. ഹേ, Are you okay, Sadia? I'll be fine. Don't worry. These are your things. Thanks. See you. I'm getting late for work. You take care, okay? Enjoy New York. बोला था मैंने. ये भी वही आ गया ना? ये इसकी बेटी तो नहीं He's है? such a fine Sadia. अच्छा ये सादिया है। प्लीज कम हियर। थैंक यू सर। कि हाँ काम करेगी ये। सादे उसने पहले तो बोला था उसके बारे में. हाँ मतलब पहले She is the one who भी found इसका it. नाम आ रहा था ना. Oh. ഹായ് സാധ്യ. ഫൈസൽ പറയാറുണ്ട് പ്രഭേദിന്റെ ഏറ്റവും വലിയ വെൽവിഷർ പുള്ളിയാ. Oh. शिफ्ट टू मुंबई सून। वी नीड यू हियर। Sure, sir. Just a minute, Sadia. हाँ. Come on, मेरे पे. Okay. Good night, Prabindu. Until next time. See you sir. See you. ഞാൻ പ്രഭയുടെ ഫാനായി. എങ്ങനെ പ്ലേ ചെയ്യണേ? ഇതൊക്കെ നമ്മുടെ കഴിവല്ലേ നീ. ശ്ശേ, ഈ രൂപ നാളെ വൈകിട്ടത്തേക്ക് ഒരു പൂജ പിടിച്ചിട്ടുണ്ടല്ലോ. फिर से कितनी पूजा करेगा? പ്രവീന്ദുവിന് ഞാൻ നമ്മുടെ സർവീസ് അപ്പാർട്ട്മെന്റിന്റെ ഡോർ പാസ്വേഡ് അയച്ചിട്ടുണ്ട്. ലൊക്കേഷനും ഇവിടെ അടുത്താ. ആ കിട്ടി. നാളത്തെ ഈവനിങ് ഫ്ലൈറ്റ് ഓക്കെ അല്ലേ? നാളെ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്ന ഒരു ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? രാവിലെ 6:30 അത് മതിയോ? ഞാനും പോകുന്നുണ്ട് അതില്. ആ ये कहाँ जा रही? ആ ഓക്കെ ആണ്. ഡിന്നർ കഴിച്ചോ? ഇല്ല. വാ, ബാഗ് ഇവിടെ വെച്ചോ. ആ നമുക്ക് എയർപോർട്ടിലേക്ക് ഒരു 4:30 ഇറങ്ങണം. തിരക്കുണ്ടാവും രാവിലെ ആയതുകൊണ്ട്. രാത്രി മുഴുവൻ റെക്കോർഡിംഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടി എടുത്തു വന്നു. പ്രബന്ധം അടിപൊളിയാണല്ലോ. പെട്ടെന്ന് ഫിനിഷ് ചെയ്തില്ലേ? ഓ നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? ചേച്ചിക്ക് എന്നാ കുഴപ്പമുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ. अभी देखिएगी. ക്ലാസിക് ഹാർട്ട് ബ്രേക്ക്. सब ब्रेकअप हो गया. ഓ കഴിക്കുന്നില്ലേ? ആ? അല്ല, കഴിക്കുന്നില്ലേ? പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയത് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ്. എൻ്റെ ഡെലു. എന്നാലും എന്ത് മെച്ചുവർ ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ആ പ്രത്യേകിച്ച് സാംസ്കാരിക ഇഷ്യൂസ് പറയുന്നു. ആ ആ നോക്കി നിൽക്കാതെ എന്തെങ്കിലും പറ. സാദിയ ബണ്ണും ചാറും കഴിക്കുന്നില്ലേ? कितना फनी है ये. പാവ് ഭാജി. കാര്യം എനിക്ക് അവനോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഹീസ് ആക്ച്വലി എ ഗുഡ് ഗായ്. ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ ബ്ലോക്ക് ചെയ്യാനാണ് തോന്നിയത്. പെയിനുള്ള പ്രോസസ്സാണെങ്കിലും അതിലൂടെ പോകാമെന്ന് കരുതി. ഒരു പ്രോപ്പർ ക്ലോഷറിന് അതാണ് നല്ലത്. ചില സമയത്ത് വി ക്യാൻ ഓൺലി ബ്ലെയിം ദ സിറ്റുവേഷൻ, നോട്ട് ദ പേഴ്സൺ. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വൃത്തിയാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേഷ്യവും പിണക്കവും ഇല്ലാതെ വിഷിംഗ് ഓൺലി ദ ബെസ്റ്റ് ഫോർ ദം. ഈസി അല്ല, പക്ഷേ വി ഗെറ്റ് ഹീൽഡ് ജസ്റ്റ് ബൈ ബീയിങ് നൈസ് ടു ദം. बस क्या हुआ उसको? कुछ याद तो नहीं आने लग गया इससे. പ്രഭ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഐ തിങ്ക് ഐ വാസ് ഇൻ ലവ്. എനിക്കാരും ഇഷ്ടമായിരുന്നു. इसके साथ सेम सिचुएशन तो नहीं हुई थी? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? നീ യെസ് പറഞ്ഞത് അയാളായിരിക്കുമോ? അപ്പൊ ഞാൻ ഹാപ്പി അല്ലേ വേണ്ടത്? മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. Hello, sir. Your friend has upgraded you to an Excel seat. You can shift there and sit more comfortably. Thank you, sir. अच्छा ശരി. इधर
ചേട്ടനാ ഓടിയല്ലേ? ചാർജ് തീർന്നു പോയതാ. फिर से आ गया उसका पार्सल. അമ്മാവാ ഒരു OTP ഒന്നാണ്. ആരാണ് അതിന്റെ അമ്മാവൻ? മണിക്കൂറായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ആരെ കണ്ടില്ല. പ്രഭേന്ദ്രൻ നമ്പൂതിരി അയാളുടെ നമ്പരല്ലേ? ഉണ്ട്. വിളിച്ച് ചോദിച്ചാൽ മതി. ये कौन है? उसी का दोस्त पूजा करने जा रहे हैं പേടിയുണ്ട്. ഗോതുവാനിക്ക്. നമ്മുടെ മന്ത്രങ്ങളൊക്കെ സ്ട്രോങ് അല്ലേ തിരുമേനി? പിന്നല്ലാതെ മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ആ സൂക്തം എന്തായിരുന്നു? എന്തോ സൂത്രോ? സൂത്രമല്ല, സൂക്തം. ആ അത് മനനാത്രായതേ ഇത് മന്ത്ര. सही में हो गया वहाँ. ക്ലീൻ. പോവാം പോവാം. അല്ല അല്ല അവിടെ ഒരു ഗസ്റ്റ് റൂം കൂടി ഉണ്ട്. അതിന്റെ ഒരു ആവശ്യം. कहीं वहाँ कोई डेंजरस भूत ना हो नहीं. ശശിയേട്ടാ ആ വിൻഡോ നിറച്ച പോലെ പ്രാവും കയറണ്ട തിരുമേനി. ഞാൻ അമ്മൂമ്മയുടെ റൂം അതാണ് മെയിൻ. ഓ. എനിക്ക് പേടിയില്ല. എന്തിന്? കുറെ മന്ത്രങ്ങൾ അറിയാലോ, ചൊല്ലിക്കോ. ഓം ഹ്രീം നീമ്പാ. दादी की आत्मा तो नहीं हो. ശേഷം പണിക്കാർ പോലും ഇവിടെ കയറില്ല. ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. ഇവിടെയോ? അല്ല ഇവിടല്ല, മരിക്കണതിന് മുമ്പേ. എത്ര എന്നോട് പറയുന്നേ. ബാൽക്കണി വലിയ ഇഷ്ടമായിരുന്നു. അതെന്താ വീഡിയോയിൽ ഉണ്ടായിരുന്നോ? അല്ലല്ല തെളിച്ചാലോ? ബാൽക്കണി സേഫാ, സൺലൈറ്റ് ഉണ്ടല്ലോ. തുറക്ക. उसको देखो फील हो रहा है. ओ അവിടെ अच्छा ये थे वो. हम लोग फोन लेके जाते थे. हालत खराब. लगा था तो ये वही है कि भूत है. അല്ല, ഇന്നത്തെ ഇൻസിഡന്റ് കൊണ്ടാണോ ഇനി പൂജ ചെയ്യുന്നില്ല തീരുമാനിച്ചു? ഇന്നത്തെ പൂജ കറക്കായില്ലേ? പാറ നമ്മൾ ഒഴിപ്പിച്ചില്ലേ? അല്ല, ഇനി അങ്ങോട്ട് നീ ഇല്ലാന്ന് ആലോചിക്കുമ്പോൾ അടുത്ത ആഴ്ച ഞാൻ ബോംബെയിലായിരിക്കുന്നേ. സ്റ്റേജ് ഷോയും പ്രാക്ടീസ് ഒക്കെ ആയിട്ട്. അതിനുവേണ്ടി പൂജ കമ്മിറ്റ് ചെയ്താൽ ശരിയാവില്ല, നിനക്കും ബുദ്ധിമുട്ടാവും. ആ ഊണൂലേതല്ല അവിടെ കിടന്നോട്ടെ. പ്രിയാമ്പെടുക്കവാ, നീ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. ഇത് വെച്ചോ, 50 ഉണ്ട്. 50? 60-40 അല്ലേ? ഇത് ഫുള്ള് നീ എടുത്തു. സേഫായിട്ട് കുട്ടിയാണ്. Yeah. ബോംബെയിൽ പൂജ എന്തെങ്കിലും കിട്ടിയാ പിടിച്ചു, ഞാൻ ഫ്ലൈറ്റിൽ കയറി. क्या हुआ? किसकी आवाज थी वो? इसे दिख रही है वो? अच्छा उसे बोला उसने. मुझे लग रहा है मुझे लगा इसे भी दिखती है. खुद ही डरती रहती है. सही में कैसे स्पिरिट है. ഫുഡിന്റെ നാളത്തെ ഫൈനൽ കൗണ്ട് കൊടുക്കാനാണ്. ഇനി ആരും വരാനുണ്ടോ? ആ ഒരാളുണ്ട്. വെജ്. ഹായ് പ്രബിന്ദു, നെക്സ്റ്റ് വീക്ക് നമുക്ക് ഒരുമിച്ച് ബോംബെ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചി എത്തിയത് അറിഞ്ഞതുപോലല്ല. താങ്ക്സ് ഫോർ ദ കമ്പനി. നാളെ ഈവനിങ് ആണ് കസിൻ ബ്രദറിന്റെ സംഗീത് ഇവന്റ്. ഫ്രീ ആണെങ്കിൽ വരാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് കരുതി. ഐ ഹാവ് സെൻഡ് ദ ലൊക്കേഷൻ. എന്നാ പൂക്കിപ്പിറപ്പിക്ക് നാണമുണ്ടോ? അത് പോയാലോ? വേണ്ട. കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നിന്നാലാണ് ഒരു വിലയുണ്ടാവും. ഒരാൾ ഇത്രയും ഫ്രാങ്ക് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഡോണ്ട് ഡു ദി സ്റ്റുപ്പിഡ് ജാഡ. ഓക്കെ, ജാടയൊന്നല്ല ഡെലുലു. എനിക്കൊരാൾ പെട്ടെന്ന് ക്ലോസ് ആകുമ്പോൾ എന്തോ പോലെയാണ്. ആദ്യമായിട്ട് കാണുന്ന നമ്മളോട്, അല്ല ആക്ച്വലി സോറി പ്രഭയോട് ഇത്രയും വേഗം ആ ഫുൾ ബ്രേക്കപ്പ് സ്റ്റോറി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഐ തിങ്ക് ഷീസ് ഇൻടു യു. അത് നമ്മുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞോണ്ടിരിക്കും. നോട്ട് ജസ്റ്റ് ദാറ്റ്. ഇപ്പോൾ വേറെ വല്ല പയ്യന്മാരാണെങ്കിലേ ഈ ഗ്യാപ്പിൽ കയറി ഞാൻ തുടങ്ങിയാണ്. പിന്നെ ഞാൻ പൊക്കിപ്പറയാണെന്ന് വിചാരിക്കണ്ട, ബട്ട് ഐ തിങ്ക് യു ആർ ആക്ച്വലി എ നൈസ് ഗൈ. ശരിക്കും. എന്നാലേ
ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഈ ആണുങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണെന്നേ. പാർക്കിംഗ് കിട്ടാതെ കിടന്ന് കറങ്ങുമ്പോൾ നല്ല സ്പോട്ടിൽ വണ്ടി എടുക്കുന്ന കണ്ട ഉടനെ അങ്ങ് ഇടിച്ച് കയറിക്കോളൂ. പ്രേമരോഗികൾ. പ്രേമം? മ്യൂസിക് ഈസ് മൈ ഓൺലി ലവ്. മാങ്ങാത്തൊലി വെറുതെ വിട്ട്. അത് ഈ സിംഗിളായിട്ട് നടക്കുന്ന പയ്യന്മാരാണ് മോസ്റ്റ് റൊമാൻറ്റിക്. എന്ത് ശേ പ്രഭ വന്നേ, എന്നിട്ട് വാ ഒന്നിരിക്കേ. പ്രഭ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത് ബെറ്റർ ആക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, പിന്നെ മിണ്ടാതിരിക്കുമ്പോൾ ആ സൈലൻസിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? എന്നെ കൊണ്ടവിടെ പാർക്ക് ചെയ്യിപ്പിച്ച് അടങ്ങൂലേ? പിന്നീട് ഓരോ അതല്ല എനിവേസ് പുള്ളിക്കാരെ പ്രഭയ്ക്ക് ഇനിയും കാണേണ്ടതല്ലേ. സോ യു ഹാവ് എ ഗുഡ് ഫ്രണ്ട് ഇൻ മുംബൈ. നമുക്കിനി പോവാം പ്രഭേ. ഇത് ഔട്ടറിലാണ്, ബൈക്കിൽ പോണ റിസ്ക് ആണ്. അച്ഛൻ്റെ കാർ എടുത്തൂടെ? ഏയ് അത് ശരിയാവില്ല. എന്നെ ഈഗോയാ പ്രഭ അത്? ഈഗോ അല്ലേ നീ, അതൊരു അത് പപ്പു അല്ലേ? അതെ. ഉണക്കിയില്ലെങ്കിലേ അന്നത്തെ പോലെ ഡോക്ടർ വന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അച്ഛൻ അടുത്തുണ്ട് കേട്ടോ. ഉറങ്ങിയില്ലേ? ഇല്ല. പപ്പുവിനെ ഒരു മുറിവുണ്ട്, പുറത്ത് കിടത്തിയ ഈച്ചയെല്ലാം വന്ന് ആകെ ഇൻഫെക്ഷൻ ആവും. ഇവിടെ ആവുമ്പോൾ എനിക്കൊരു സമാധാനം. അച്ഛൻ की तबीयत खराब है? ഇന്ന് മുതലാ തുടങ്ങിയത്. 2 വർഷമായി. ആദ്യം വലിയ കുറ്റിയായിരുന്നു, ഇത് ദീപ് കൊണ്ടുവന്നതാ. സുഖാണ്. ആ സ്പ്രേ ബോട്ടിൽ ഒന്ന് അലമരക്കകത്ത് വെച്ചേക്കേ, പപ്പു ചിലപ്പോ കടിക്കും അത്. അമ്മയുടെ ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാ ആഴ്ചയും തുളസി കഴുകിത്തരും, ഞാൻ ഇസ്തിരിട്ട് വെക്കും. ഈ അലമാര തുറന്നാൽ കുറച്ചു നേരത്തേക്കെങ്കിലും സുജാത ഉള്ളതുപോലെ തോന്നും. എനിക്കതൊരു ധൈര്യ. എന്തു കടന്നോളും, ഞങ്ങൾ ഓക്കെയാണ്. അച്ഛാ, ഞാൻ നമ്മുടെ കാർ നാളെ എടുത്തോട്ടെ. मांगी उसने कार, उसके वहाँ पे खुश हो गया. ये और लाइटर फील कर रही है.